രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ഭവന പദ്ധതിയായ ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം പേർക്കാണ് കേരളത്തിൽ വീടുകൾ ലഭിച്ചത്. 1 ലക്ഷം വീടുകൾ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലുമാണ്. കാഴ്ചശക്തിയില്ലാത്ത കൊല്ലം മൈലാപ്പൂർ സ്വദേശി അനുജയ്ക്ക് കിട്ടിയ ലൈഫ് മിഷൻ വീട്ടിലെ ആദ്യ ഓണം മറക്കാനാവാത്ത അനുഭവമാണ്. മുൻ പിണറായി സർക്കാരിന് ആ കുടുംബം നന്ദി അറിയിക്കുകയാണ്. ആ മനോഹരമായ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓണക്കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടുന്നത്. ഈ ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം, രണ്ടാം സർക്കാരും, അങ്ങനെ ആ LDFൻ്റെ കഴിഞ്ഞ 10 വർഷത്തിൽ ഏതാണ്ട് 5 ലക്ഷം ലൈഫ് മിഷൻ്റെ വീടുകളാണ് വെച്ചു കൊടുത്തത്. 1 ലക്ഷം വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ നോക്കിയാൽ 6 ലക്ഷം. ഇപ്പോൾ അതിൽ കഴിഞ്ഞ 2025 അവസാന സമയത്താണ് ഇവർക്ക് ലൈഫ് മിഷനിലുള്ള ഗഡുക്കൾ കൊടുത്തു തുടങ്ങിയത്. ഇപ്പോൾ ആ വീട് പണി പൂർത്തിയായി. 4 ലക്ഷത്തിൽ തീർന്നതല്ല. 4 ലക്ഷമാണ് സർക്കാർ ഫണ്ട്. പക്ഷേ 4 ലക്ഷത്തിലല്ല. ബാക്കി ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെ ചേർന്നായിരുന്നു. അവരിപ്പോൾ നമ്മുടെ അജയൻ, നിർമ്മാണ തൊഴിലാളിയായ അജയൻ, അതേപോലെ തന്നെ കശുവണ്ടി തൊഴിലാളിയായ അനില, അതുപോലെ നമുക്ക് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി അനൂജ ഒരു പാട്ടുകാരി കൂടിയാണ്. മ്യൂസിക്, BA മ്യൂസിക് പൂർത്തീകരിച്ച് ഇപ്പോൾ PG തീർന്നല്ലോ അല്ലേ? PGയും തീർന്നു. ഇപ്പോൾ അവരുടെ ആ പുതിയ വീട്ടിൽ ഓണം ആഘോഷിക്കുന്ന ഒരു കാഴ്ച അതിമനോഹരം. അവരെ കൊണ്ടാകുന്ന വിധത്തിൽ നാടൻ പൂക്കൾ ശേഖരിച്ചിട്ടുള്ള ഒരു അത്തപ്പൂക്കളമാണ് അവർ തീർത്തുകൊണ്ടിരിക്കുന്നത്. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളി, കൈവളക്കാതിലെ ചാർത്തിയിൽ കോടിയുടുത്തിലേ. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളി, കൈവളക്കാതിലെ ചാർത്തിയിൽ കോടിയുടുത്തിലേ. കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെറുക്കേണേ, കൊച്ചോലക്കൊടിലിൻ മുന്നിൽ കളം മിനിഞ്ഞിലേ, പൂക്കളം മിനിഞ്ഞിലേ. ഈ കല്ലുള വീട് നിങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. നിങ്ങൾ നേരത്തെ ഒരു കൊച്ചു വീട്ടിൽ, ഏത് നിമിഷവും പൊളിയാറായ ഒരു വീട്ടിലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരു അടച്ചുറപ്പുള്ളൊരു മനോഹരമായ വീട് കിട്ടി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് വീട് കിട്ടിയത്. നിങ്ങളുടെ ആദ്യത്തെ ഓണമാണ് ഇവിടെ ആഘോഷിക്കാൻ പോകുന്ന ഈ പുതിയ വീട്ടിൽ. അനുജയ്ക്ക് എന്താണ് ഈ സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് പറയാൻ കഴിയുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെയും താമസിച്ചിരുന്നത്, അതായത് ജൂലൈ 12-നാണ് ഞങ്ങളുടെ പാലുകാച്ച് കഴിഞ്ഞത്. അപ്പോൾ അതുവരെ താമസിച്ചിരുന്നത് ഒരു ചെറിയ വീടായിരുന്നു. ഒറ്റ ബെഡ്റൂം ആയിരുന്നു അത് മാത്രമല്ല, അത് വലിയ അടച്ചുറപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ലൈഫ് മിഷനിൽ അപ്ലൈ ചെയ്യുന്നതും നമുക്കിത് അനുവദിച്ച് വരുന്നതും. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറുന്നു. അതിനു മുമ്പ് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ പകലൊക്കെ വെളിയിലായിരിക്കും ഈ ബാത്റൂം സൗകര്യമൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പാടായിരുന്നു. ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ലൈഫ് മിഷൻ വഴി ഇങ്ങനൊരു വീട് ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വീട്ടിലെ ആദ്യത്തെ ഓണമാണിത്. അപ്പോൾ അതിൻ്റെ ത്രില്ലിലാണ് ഞങ്ങൾ. പുറത്ത് വർക്ക് കൊടുത്തില്ല, എല്ലാം നിർമ്മാണ തൊഴിലാളി ആയതുകൊണ്ട് മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ലേ സ്വന്തം വീട് ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്? ഉണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്ത വീട് തന്നെയാണ് ഇത്. എൻ്റെ ജോലിക്കാരും എല്ലാവരും കൂടെ ചെയ്തതാണ്. ആദ്യ ഓണം എനിക്ക് സർക്കാരിനോട് തന്നെ പറയണം, LDF സർക്കാരിനോടും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയൊരു ഇത് തന്നെയാണ്. പിന്നെ ഇഷ്ടംപോലെ ബിൻസാർ ഒരുപാട് ഞങ്ങൾക്ക് ഉപകാരം ചെയ്തു തന്ന്. ഇതങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നായിരുന്നു. പിന്നെ മോള് പോയി ബിൻസാറിനെ കണ്ട് വേറെ ഒരുപാട് സ്ഥലത്ത് പോയായിരുന്നു. അപ്പോഴായിരുന്നു ഇത് വീട് കിട്ടിയത്. അല്ലാതെ ചുമ്മാ ഒന്നും കിട്ടിയതൊന്നും അല്ല. ഇഷ്ടമാതിരി സ്ഥലത്ത് എൻ്റെ കുഞ്ഞ് കയറി ഇറങ്ങി. ഇവിടെ തിരുവനന്തപുരത്തും എല്ലായിടത്തും പോയി കയറി ഇറങ്ങിയാണ് വാങ്ങിയത്. ലാസ്റ്റാണ് ബിനു സാറിനെ കാണാനായിട്ട് പോകുന്നത്. നമ്മളോട് ഒരാൾ പറഞ്ഞിങ്ങനെ കൊല്ലത്തൊരു സാറ് വന്നു. ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു പദ്ധതി ഉള്ളത് ഒരുപാട് പാവങ്ങൾക്ക് ഗുണമല്ലേ? പിന്നെ നമുക്കല്ലെങ്കിലും വേറെ ഉള്ളവർക്കായാലും ഒരുപാട് സഹായമായി തീർന്നിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെ. പിന്നെ പ്രായം ചെന്നവർക്കായാലും ഒരുപാട് ഉപകാരങ്ങളായിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് അത് തന്നെയായിരുന്നു. ലൈഫ് ഒരാൾക്ക് ലൈഫ് കൊടുക്കും. ലൈഫ് മിഷൻ, അതെ, ലൈഫ് മിഷൻ മറ്റൊരാളുടെ ലൈഫ് മാറ്റും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി അനുജയുടെ ആ ഒരു വാക്കുകൾ കടമെടുത്താൽ ലൈഫ് മിഷൻ മറ്റൊരാളുടെ ലൈഫ് മാറ്റും, ലൈഫ് നൽകും. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.